ക്ലീറ്റോ 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 ആ ഇങ്ങ് വന്നേ ക്ലീറ്റോ ഇങ്ങ് വന്നേ ഒന്ന് നോക്കിക്കേ ക്ലീറ്റോ എനിക്ക് ഈ കൈ ഭയങ്കര വേദന ക്ലീറ്റോ ഇന്നലെ അടിച്ചില്ലേ ആ സ്ഥലത്ത് ക്ലീറ്റോ ഇന്നലെ അടിച്ചില്ലേ എന്നെ ആ കൈക്ക് ഭയങ്കര വേദന ഞാനിപ്പോ മുറ്റടിക്കാൻ ഇപ്പം നിനക്ക് ഇവിടെ അടിയല്ലേ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അപ്പുറത്താണ് അടിച്ചതെന്ന് പറഞ്ഞു നീ കൂടുതൽ അഭിനയിക്കല്ലേ തങ്കം ഇന്നലെ നീ കൂടുതൽ അഭിനയിച്ചെന്നെ കൊണ്ട് ആ മീൻ വെട്ടിച്ച് ആകെ നാറിഞ്ഞായി അയ്യോ ഞാൻ അഭിനയിക്കണതല്ലേ എനിക്ക് ഇതേ മുടി കെട്ടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല കൈ ഇങ്ങനെ പൊങ്ങണില്ല ആണാ എടേ എൻ്റെ പാർട്ടിയിൽ 100 മടിയന്മാരുണ്ട് ഈ മടിയന്മാരുടെ പല അഭിനയവും കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പറയുമ്പോൾ അയ്യോ എനിക്ക് നടുവേദന അവിടെ പോയിട്ട് ഞാൻ പറയുമ്പോൾ കുറുക്ക് വേദന അവിടെ നീ കൂടുതൽ എൻ്റെ അടുത്ത് കളിക്കല്ലേ തങ്കം ക്ലീറ്റോ ഞാൻ എന്ത് അഭിനയിക്കണം നീ പറയുന്നത് എനിക്ക് വേദന എടുത്തിട്ടല്ലേ ക്ലീറ്റോനോട് പറയുന്നേ നിനക്ക് നീ ക്ലീറ്റോ കാണിച്ചു എന്റെ മുടി ഒന്ന് ആ ക്ലിപ്പ് ഒന്ന് ഇട്ട് തന്നേ എനിക്ക് കൈ പൊങ്ങണില്ലാണ്ടാ നല്ല ഞാൻ തരും കേട്ടാ അപ്പൊ കുഴപ്പമുണ്ട് പക്ഷെ ഇത് ഞാൻ അടിച്ചിട്ടൊന്നുമല്ല ഞാൻ വേദനിക്കാൻ വേണ്ടിട്ടൊന്നും ഞാൻ അടിച്ചില്ല ഈ കൈക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ല ഇന്നിപ്പോ എന്ത് കൈ ഒന്ന് ഉയർത്ത് പൊങ്ങൂല ഇത് വിരളൊന്നും ഇങ്ങനെ ചലിപ്പിച്ചേ അതിനൊന്നും കുഴപ്പമില്ല ഈ കൈ പൊങ്ങണില്ല കൈ പൊങ്ങുമ്പോ ഇവിടെ ഉണ്ടോ ആ പക്ഷെ അടിച്ചത് ഇങ്ങനെ പോയതേ ഉള്ളൂ ഇത് ഇവിടെ ജോയിന്റിന്റെ എന്താണ് ഇത് പ്രശ്നമുണ്ടോ വെക്കല്ലേ ഞാൻ നോക്കാതെ എന്താണ് ഇതിപ്പം ഈ മുടിയിലൊന്ന് ഇട്ടാ മതി മുടി ഒരു വലിയ കഷ്ടമായല്ല എന്തേ കാണിക്കണതെല്ലാം കൂടി നീ അങ്ങോട്ട് പിടിക്കത് മനുഷ്യന്റെ മുടി പോലും ഒന്ന് കെട്ടിവെക്കാൻ എന്റെ ജോലി ഇതായിരുന്നല്ല മുടി കെട്ടലല്ലേ ഇതിനകത്തോട്ടിട് ദൈവമേ ആ പോരെ മനുഷ്യന്റെ കൈയോട് ഞാൻ ഇവിടെ നോക്കാൻ ആരുമില്ല ദൈവമേ എന്റെ കൈക്ക് എന്ത് പറ്റിയോ എന്തോ അതെ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയം കൊള്ളാം എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് ഇത് ബോധ്യമായിട്ടൊന്നുമില്ല 10-17 കൊല്ലമായിട്ട് നിന്റെ പല അഭിനയ മുഹൂർത്തങ്ങളും കണ്ടുവന്ന ആളാണ് ഞാൻ കേട്ടോ എന്തൊരു സാധനം നോക്കിയ മനുഷ്യൻ എന്തോരം മതി ഒരുപാട് അങ്ങോട്ട് അഭിനയിക്കണ്ട നിങ്ങൾ എന്റെ കൈ ഇങ്ങനെ ആക്കിയത് എടി എനിക്ക് കൈ പൊക്കാൻ പറ്റണില്ലടി ഇങ്ങനെ ഇന്നലത്തെ നമ്പർ അയ്യോ അല്ല ശരിക്കും എനിക്ക് അതിന് ക്ലീറ്റോ ഇന്നലെ അടിച്ചത് എന്താ അസ്ഥാനത്തായി പോയി ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെ ഒന്ന് തോണ്ടിയതല്ലേ ഉള്ളു ചിലപ്പോ വല്ല ഞരമ്പും പടച്ചു പോയിട്ടുണ്ടാവോ ഇന്നും ക്ലീറ്റോ ചേട്ടൻ കൊണ്ട് മീൻ വെട്ടിക്കാനുള്ള പരിപാടിയല്ലേ ഞാൻ ക്ലീറ്റോനോട് എന്ന് പറഞ്ഞപ്പോ ക്ലീറ്റോ അങ്ങനെ പറയണ് ഞാൻ ഇന്നലെ വെറുതെ ഒരു തമാശക്ക് അങ്ങനെ ചെയ്തല്ല അത് എനിക്ക് മീൻ വെട്ടാൻ മടിയായിട്ടാ ഞാൻ ഇന്നും ചെയ്യണതല്ലേ ഇതിനിപ്പോ ചേച്ചി ഒരു വശം കൊണ്ട് ഇങ്ങനെ കിടന്നിട്ടായിരിക്കും എന്താന്നാവോ വല്ല ബാമെല്ലാം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് തിരുമ് ഭയങ്കര വേദന മുഖം കണ്ടിട്ട് പക്ഷെ ഇച്ചിരി കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നത് ഞാൻ എടുത്ത കൈ കൊണ്ടാണെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും
പക്ഷെ അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവശിക്ഷയാണ് ചേച്ചി. എന്ത് ദൈവശിക്ഷ? ആ ഇന്നലെ എന്തൊക്കെ മീൻ ആരാ വെട്ടിയത്? ഞാൻ തന്നെ വെട്ടിയില്ലേ? പറഞ്ഞ ദൈവശിക്ഷ. ആടി ഒരാൾക്ക് വയ്യാതെ വരുമ്പോഴും നീയൊക്കെ ഇങ്ങനെ കളിയാക്കിക്കോ. വല്ല ബാമ എടുത്തിട്ടോ ഞാൻ തിരുമ്പി തരാം. ഒന്ന് നീ കൊടഞ്ഞേ, കൈ ഒന്ന് കൊടഞ്ഞേ. കട്ടുകഴപ്പെടുക്കണ വേദന. കട്ടുകഴപ്പെടുക്കണ വേദന. നോക്കട്ടെ എവിടെയായിട്ടാ? ആ ഇവിടെയൊക്കെ വേദന ഉണ്ടോ? അല്ല, അവിടെ ഇങ്ങനെ പൊക്കുമ്പോ ഇവിടെ വേദന എടുക്കണ എനിക്ക്. ഇവിടെട്ടല്ല ക്ലീറ്റോ ചേട്ടൻ തല്ലിയത്. ക്ലീറ്റോ ചേട്ടൻ ഇവിടെട്ടായിരുന്നു തല്ലിയത്. അല്ലെന്ന് ക്ലീറ്റ് അടിച്ചപ്പോ തന്നെ എനിക്കൊരു മിന്നല് വന്നായിരുന്നു. ഓള് വേദനയെന്ന് കൈ പൊക്കാൻ പറ്റണില്ലടാ. ഇന്നലെ ക്ലീറ്റോ അടിച്ച കയ്യില്. ഇതെന്താടാ എല്ലാവരും നോക്കിച്ചിരിക്കണത്? വയ്യാത്തോണ്ടല്ലേ പറയുന്നത്? വയ്യാതായിട്ട് ഞങ്ങക്ക് തോന്നണില്ല ചേച്ചി. എന്നിട്ട് ക്ലീറ്റോ ചേട്ടൻ അല്ലല്ല തിരുമ്പി തരാം. ക്ലീറ്റോ ചേട്ടൻ അടിച്ചില്ലേ, അപ്പൊ എന്തോ ഇങ്ങനെ ഒരു മിന്നല് പോലെ വന്നു. അത്രയ്ക്ക് ഭീകരമായിട്ടില്ല. ചിലപ്പോ എന്തെങ്കിലും വാക്കല്ലാത്തടുത്ത് കൊണ്ടിട്ടുണ്ടാവോന്ന് എനിക്ക്. അല്ല, അതിനുശേഷം നീ മറ്റേ കിണറ്റിന് വെള്ളം കോരിയത്? അന്നേരം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് അങ്ങനെ വേദന ഉണ്ടായില്ല. ഇന്നലെ ഞാൻ വെറുതെ ക്ലീറ്റോനെ പറ്റിക്കാൻ വേണ്ടി അഭിനയിച്ചതാ. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ നേരം വെളുത്തപ്പോ മുതൽ ഇങ്ങനെ വേദന. തിരിഞ്ഞു പറഞ്ഞു കിടന്നപ്പോ എങ്ങനെ തിരിഞ്ഞു പറഞ്ഞു? ഞാൻ എന്നും ഒരേപോലെയല്ലേ കിടക്കുന്നത്. കണ്ടതേ, നീ ഒന്ന് പൊക്കാൻ നോക്കടി. ഇത്രയും പൊങ്ങണുള്ളന്ന്. അത്രയും കുഴപ്പമോ? നമുക്ക് വൈദ്യുതി എടുത്തല്ലോ പോയാലോ? പോണ്ടി വരുമെന്ന് തോന്നണം. ചൂട് പിടിച്ച് നോക്ക്. എന്തെങ്കിലും ചെയ്യട്ടെ. എന്ത് പറ്റിന്നാവോ കൈ? നീ തുറപ്പെടുത്ത് വഴിയിട്ട് കണ്ടതിന് നീ പൂക്കുമായിരുന്നു. ആന്റി ഏതാ മീൻകാരൻ വന്നിട്ടുണ്ട്, മീൻ മേടിക്കണല്ലേ? വന്നാ? ഓ, അയാളെ അങ്ങ് പറഞ്ഞു വിട്ടത്. ഇന്ന് മീൻ വേണ്ട. മീൻ വേണ്ടേ? ഈ മീനില്ലെങ്കിൽ എങ്ങനെ? എനിക്ക് ആ കൂടി കിട്ടുന്ന മീറ്റ് ഇവിടുന്ന് മീനാണ്. അതും ഇല്ലെങ്കിൽ ചോറ് എങ്ങനെ എന്ത് കഴിക്കും? എടാ, ഇന്ന് മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെയും മീൻ വെട്ടി കറി വെക്കണം, ഇവിടെയും മീൻ വെട്ടി കറി വെക്കണം. എന്റെ തലേ വരും. അതുകൊണ്ട് ഇന്ന് മീൻ വേണ്ട. നല്ല അടിപൊളി സാമ്പാർ ഞാൻ ഉണ്ടാക്കി. സാമ്പാറാ? ഇടയ്ക്കൊക്കെ എന്ത് വെജിറ്റേറിയൻ ആവണം. അങ്ങനെ എല്ലാ ദിവസവും മീനും ഇറച്ചിയൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞു വിട്ടത്. എടാ, ഇന്നലത്തെ ഇത്തിരി മീൻകറി ഇരിപ്പോണ്ടാ, അത് നിനക്ക് തരാം. ഓ, വെജിറ്റബിൾ കറി, അപ്പം വെജിറ്റബിൾ കറി. പച്ചക്കറി വാങ്ങിക്കണേ. എന്തോ പച്ചക്കറി വാങ്ങിക്കണേ. ഞാൻ തീർന്നോന്നേ. വാടിപ്പോയി കൊറേ കിടന്നു. തിരിഞ്ഞു നോക്കാണ്ടി. തിരിഞ്ഞു നോക്കുന്നേ. അല്ലെന്ന്, അത് ക്യാബേജ് മാത്രമേ ഉള്ളൂ. ബീൻസ് ഒക്കെ തീർന്ന്, ഉള്ളതൊക്കെ വാടിയും പോയി. ഇത് ഇത്തിരി ഇടയ്ക്ക് ഇത്തിരി വെള്ളം തെളിച്ചു കൊടുക്കണം. അപ്പൊ തെളിച്ചു കൊടുക്കുമ്പോ ഇതൊക്കെ ഇത്രയും കേടാവാതിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ ഇടയ്ക്ക് പറമ്പിൽ പോയിട്ട് അവിടെ വിളഞ്ഞു നിൽക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരണം. എവിടെ പറമ്പിൽ വിളഞ്ഞു നിൽക്കുന്നത്? താഴെ ഉണ്ടല്ലോ. നീ പോയി നോക്കിയില്ല. ഞാൻ അമ്മാവന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറെ സാധനം അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ. ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആര് തിരിഞ്ഞു നോക്കി? അവിടുന്ന് ഒരു തക്കാളി എട്ടിന് പറിച്ചോണ്ട് വരാവോ? പോയിട്ടുണ്ട്. ചെന്നിട്ട് വാ. വേറെ കാര്യം പറയാൻ വന്നത്, അത് ഞാൻ പറിച്ചോണ്ടിരാം. അപ്പൊ ഒരാഴ്ചയുടെ കഴിയട്ടെ. ഇത്തിരി മരുന്ന് തരാനുണ്ട്. അമ്മാവിന്റെ കുറച്ച് മരുന്ന് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് വളങ്ങൾ. അത് കരിഞ്ഞാന്ന് ആദ്യം പോയി നോക്ക്. കരിഞ്ഞൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയി നോക്കിയായിരുന്നു. നീ തർക്കിക്കല്ലേ? നിനക്ക് നിന്റെ സഹോദരൻ അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ വയ്യ. നിങ്ങൾക്ക് ക്ലീറ്റോ ചേട്ടനെ വെറുതെ പിടിച്ചെടുക്ക്. എപ്പോഴെങ്കിലും അവിടെ നോക്കാറുണ്ട്. പിന്നെ താഴത്തെ പറമ്പിൽ എത്ര തെങ്ങുണ്ടെന്ന് അറിയാം. ഏട്ടനറിയാലോ കൃത്യമായിട്ട്. എത്ര വാഴ ഉണ്ടെന്ന് അറിയാം. ഒരു കുടുംബത്തെ ഒരാൾ അറിഞ്ഞാൽ മതി, എല്ലാരും കൂടെ അറിയാം. ഞാൻ തന്നെയല്ലേ എല്ലാം നോക്കി കിടക്കുന്നത് ഇപ്പൊ. അല്ല, ഞാൻ പറഞ്ഞു ഡി, അതെ അവിടെ കൈ യഥാർത്ഥത്തിൽ വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടാ? അല്ല, നിന്റെ ഇങ്ങനെയുള്ള അഭിനയം കണ്ടപ്പോൾ മനസ്സിലായി നിനക്ക് വിശ്വാസമായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവളുടെ കൈക്ക് എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമുണ്ട്. ഒന്ന് കുറച്ച് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ അപ്പുറത്തില്ല, താഴെ ഒരു ഇടപ്പഴിഞ്ഞ് താഴെ ഒരു വൈദ്യുണ്ടല്ലോ, അവിടെ കൊണ്ട് തടവിക്കാനാണ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് എടുത്താൽ. അതെ, അയാളുടെ അടുത്തൊന്ന് കൊണ്ടുപോകേണ്ട അത്യാവശ്യമുണ്ട്. എവിടെയാ വേദന എന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഏത് കൈക്കാണെന്ന് അറിയാമല്ലോ. ചെല്ലുമ്പോ ഈ കൈ കാണിച്ചാലോ? നീ എന്തോടി വേണത്? മാറങ്ങോട്ട് കഴുകി. അവളെ വലത്തെ കൈക്ക് തന്നെ വേദന. വലത്തെ കൈയുടെ ഇവിടെ
അമ്മ പറയും ഭുജം. ഇവിടെ വേദനയുണ്ട് അവർക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ജോലി ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ നമ്പറാണെന്ന് തോന്നുന്നത്. നമ്പറൊന്നുമല്ല, ഇവിടെ രാവിലത്തെ ഇതുണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കൂടെ കൊടുക്കണം. അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അവർക്ക് വയ്യാതിരിക്കല്ലേ. എന്ത്? ആ ഇനി അഥവാ വെക്കുന്ന കറി കുറവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നുകൂടെ വെച്ചാൽ മതിയല്ലോ. പച്ചക്കറി ഞാൻ ഇത് മേടിച്ചോണ്ട് രാവിലത്തേക്കുള്ളതാ. ആ അത് തന്നെ. അതിന് ഉച്ചയ്ക്ക് ഒന്നുകൂടെ കരുതിയാണ് വെക്കണമെങ്കിൽ നമുക്ക് മാത്രമായിട്ട് എടുക്കണ്ട, അവർ കൂടെ ഉണ്ടാക്കണം. വേറെ എന്തുണ്ടാക്കും? പുട്ടാ എന്തുണ്ടാക്കാം നമ്മള്? അപ്പ ആ മാവിലെ മണി മേടിച്ചോണ്ടേ നീ ഉണ്ടാക്കിട്ടെ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കൈവേദന 2 ദിവസം കൊണ്ട് മാറിയാ മതിയായിരുന്നു. ആ അതല്ലാണ്ട് അപ്പം 2 ദിവസം കൊണ്ട് മാറിയാൽ 2 ദിവസത്തിന് നാളെ മറ്റന്നാൾ കൊടുത്താൽ മതി. മാറില്ലേ വീണ്ടും കൊടുക്കേണ്ടി വരും. വെള്ളം താഴ്ചിന് ചൊള്ളാഴ്ച ഞങ്ങൾക്ക് വെള്ളം നീ പിടിച്ചു തരണോ? പിടിച്ചു കൊടുക്കും. എനിക്ക് പിടിക്കാനൊക്കെ ഒരു കൈയുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എന്നെ കളിയാക്കണതാന്ന് എനിക്കറിയാം. കളിയാക്കിക്കോ. നിങ്ങൾക്ക് ഈ വേദന വരുമ്പോഴേ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ആശുപത്രിയിലും പോണില്ല. നീ വരണേ വാ, നമുക്ക് അവിടെ പോയി നോക്കാം. വേണ്ട, ഞാൻ കള്ളത്തരം കാണിക്കുകയാണല്ലോ. അവിടെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു വേദന വന്നിരുന്നത്. വിശ്വസിച്ചാൽ ഫിസിയോതെറാപ്പി ഞാൻ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതും വേണ്ട. അത് ഞാൻ നുണയല്ലേ പറയുന്നത്? ഉണായോണ്ടാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഓക്കെ, എനിക്ക് കൊണ്ടുവരുമല്ലോ. കണ്ടിരുന്ന് അടിച്ചാൽ പോരെ. ഇതങ്ങനെ അല്ലല്ലോ. കറി കൊണ്ടാണ് എടുത്തോളാം. വേറെ സംഭവം, നമ്മുടെ ഇടയ്ക്ക് DDT പാർട്ടിയുടെ ഒരു കൊല്ലം ജില്ലാ സമ്മേളനത്തിന് മറ്റേ ബസ് ഇത് ലോറിയുള്ള ജനാർദ്ദനെ മണലൊക്കെ അടിക്കുന്നുണ്ട്. അവൻ്റെ ലോറി ഞങ്ങളൊരു ഇതിൽ ചോദിച്ചത് ജാഥയ്ക്ക് പോകാൻ ആളെ കൊണ്ടുപോയാൽ. അപ്പോൾ അവൻ എടുത്തതിൽ പറഞ്ഞ് 2 ടയർ ഇന്നലെ പഞ്ചറായി, വണ്ടി തരൂല. അപ്പോൾ അടുത്ത ദിവസം ലോറി മറിഞ്ഞു. അവൻ നുണ പറഞ്ഞത് പഞ്ചറായി ജാഥയ്ക്ക് തരായിരിക്കും. അതാണ് നുണ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സംഭവിക്കും. അതെ, സൂക്ഷിക്കണം നമ്മൾ. അല്ല, അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് കേസുണ്ട്. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ കള്ളങ്ങൾ പറഞ്ഞില്ലേ, പക്ഷെ ആ കള്ളങ്ങൾ ചിലപ്പോൾ സത്യമായി പോകും. മനസ്സിലാക്കണം. അതുകൊണ്ട് അനാവശ്യ കള്ളത്തരങ്ങൾ പറയാതിരിക്കും. നമ്മളെ തങ്കപ്പണിക്കരല്ലേ അളിയാ. തങ്കപ്പണിക്കർ ഒരിക്കൽ വീട്ടിൽ വിളിച്ച് തേങ്ങ വെട്ടാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇല്ലേ ചേച്ചി, ഞാൻ തെങ്ങുന്ന് വീണ് കിടക്കണ്, ഒരാഴ്ചത്തേക്ക് ഇനി ഞങ്ങൾ നോക്കണം, നിങ്ങൾ വേറെ പണിക്കർ നോക്കിക്കോളാൻ പറഞ്ഞു. 3ന്റെ അന്ന് ഇയാള് വേറെ വലിയ സ്ഥലത്ത് പോയിട്ട് മൂടുക്കും കുത്തി താഴെ വീണു. ഇതൊക്കെ ചില ഗുളിക നിൽക്കുന്ന സമയത്ത് നമ്മൾ കള്ളങ്ങളെ പറയാൻ പാടില്ല. കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണു മുമ്പിൽ തന്നെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു തെങ്ങും കയറാനും പോയിട്ടില്ല. നിങ്ങളുടെ പാർട്ടിക്കാരെ പോലെ നുണയും പറഞ്ഞ് ടയർ എൻ്റെ പഞ്ചറായിട്ടുമില്ല. എൻ്റെ കൈക്ക് വേദനയുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് ഈ കണക്ക് പറയണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയ മീൻകാരൻ വന്നോ? ഞാൻ എനിക്കൊരു മീൻകറിയൊക്കെ വെച്ച് ചോറിനാനൊക്കെ അറിയാം. മീൻകാരൻ ഇന്ന് വന്നില്ലല്ലോ. ഇന്ന് വന്നില്ല. സാരമില്ല, ഞാൻ വന്നാ? അയ്യോ, അടുക്കളയിലായിരുന്നു, ഞാൻ കേട്ടില്ല. ഇവിടെ ആളില്ലെന്നോർത്ത് അയാൾ പോയിട്ടുണ്ടാവും. നീ കണ്ടില്ലട ചേത്തു? കണ്ടാ? ഇല്ല, കണ്ടില്ല. ഞാനെപ്പോഴും ഒരു വിളി കേൾക്കുമ്പോൾ തോന്നി. അത് വേദന ഉണ്ടല്ലേ? അറിയാതെ കഴിക്കേ നിനക്കത്ത് കൂടുതലാണ് കേട്ടാ. എനിക്ക് എപ്പോഴും ചേച്ചി ആക്ടിങ് ആയിട്ട് തോന്നുന്നുണ്ട്. നിനക്കെല്ലാം വന്ന് വലുതും അവക്കെല്ലാം വന്ന് ചെറുതും. വേദന ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഞാൻ അറിയാതെ ഒന്ന് തട്ടി നോക്കിയതാണ്. ഒരുപാട് നേരം ഒരാൾക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ല. മനഃപൂർവ്വം ചെയ്തതല്ലേ? പക്ഷെ ഉണ്ട്, വേദനയുണ്ട്, വേദനയുണ്ട്. അത് മോശമായിപ്പോൾ കാണിച്ചേട്ടാ. തമാശ ആണെങ്കിലും കാര്യങ്ങൾ അവൾക്ക് വയ്യ. കഴിച്ചിട്ടല്ല അവളങ്ങനെ കഴിച്ചില്ലല്ല. ഞാൻ പോയി വിളിച്ചോണ്ട് കേട്ടാ. അല്ലെ അത് കൊണ്ടുപോകും. കുറച്ച് കാര്യം അവള് എൻ്റെ അടുത്ത് കള്ളം പറയൂല, ആരടുത്ത് പറഞ്ഞാലും. എരിവുണ്ടോ? ഉണ്ടോ? നിനക്ക് എരിവ് ഇഷ്ടമാണല്ലോ. അത്രക്ക് താല്പര്യമില്ല. ആഹാ, ആകെ ഒരപ്പേ ഉള്ളു, അതെങ്കിലും കഴിക്കണം. ഇല്ല,
ഒരു പ്ലീസും ഇല്ല, കഴിച്ചാൽ മതിയാവും. ഒരെണ്ണം തീർത്ത് കഴിക്കണം, പിന്നെ തരത്തില്ല. ഇനി ചോദിച്ചാലും തരത്തില്ല. ഇനി ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞാൽ അത് തരത്തില്ല. നേരം വെളുത്ത മുടിയൊന്നും കെട്ടി വെക്കത്തില്ല ഈ പെണ്ണ്. ഇല്ല ആന്റി, എന്തോ തങ്കാന്റിക്ക് നല്ല ഷോൾഡർ പെയിൻ തോന്നുന്നു കേട്ടോ, പാവം. അല്ല ഇപ്പോഴും ഭയങ്കര നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. നിനക്ക് ചേച്ചിയുടെ മുഖം കണ്ടിട്ടൊന്നും തോന്നിയില്ലേ അത് അഭിനയമാണെന്ന്? എന്റെ നിനക്കല്ലാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവല്ലോ. എടാ ഇത് ചേച്ചിയുടെ അഭിനയമാണ്. അതെന്തിനാ അഭിനയിക്കണതിന്? എടാ ഞാൻ എത്ര കാലം തൊട്ട് ചേച്ചിനെ കാണാൻ തുടങ്ങിയതാ. ക്ലീറ്റോ ചേട്ടൻ അടിച്ചത് നീ കണ്ടതല്ലേ? കണ്ടതല്ലേ? അതെ. അത് ഇത്ര വലിയ വേദന ഉണ്ടാവാൻ മാത്രമുള്ളൊരു അടിയാണ് അടിച്ചത്. അല്ല ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പൊ നല്ല ഒന്നുമല്ല. ഇന്നലെ തന്നെ ചേച്ചി അഭിനയിച്ച് ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് മീൻ വെട്ടിച്ച്. ഇന്ന് അതിലും വലിയ എന്തോ കാര്യങ്ങൾ ചേച്ചിക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് ചേച്ചി വെറുതെ നമ്പർ ഇടുന്നതാ. എനിക്കറിയാത്ത ചേച്ചിയൊന്നും അല്ലല്ലോ. ആണോ? പിന്നെ അല്ലാതെ. എരിയുന്നുണ്ടോ? വെള്ളം എടുത്ത് കുടിച്ചിട്ട് കൊടുക്കും. ചെല്ലു. ഡൈനിങ് ടേബിളിൽ പുറത്തിരിപ്പുണ്ട് കേട്ടോ. അതുവഴി പോവരുത്, ഇങ്ങോട്ട് വരണം. ബാക്കി കൂടെ തിന്നണം. ഞാൻ വിചാരിച്ചത് നിനക്ക് മനസ്സിലായെന്ന്. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല, ഞാൻ ചിന്തിച്ചും കൂടിയില്ല. എടാ ചേച്ചി ഇതല്ല, ഇതിനപ്പുറം നമ്പറൊക്കെ ഇടാറുണ്ട്. ആണോ? ആ എടാ ഒരു കാര്യം പറയട്ടെ, നമുക്കിതൊന്ന് പൊളിക്കണ്ടേ ചേച്ചിയുടെ ഈ അഭിനയം? ഇത് കള്ളത്തരമാണെങ്കിൽ കള്ളത്തരം ആടാ. എന്നാ പൊളിച്ച നല്ല രസമായിരിക്കും. പൊളിക്കണ്ടേ? എന്ത് ചെയ്യും? എനിക്കറിയില്ല. നീ ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എന്തോ ചെയ്യാ? എല്ലാവരുടെയും മുമ്പിൽ ചേച്ചിയുടെ കള്ളത്തരം പൊളിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇല്ലേ തക്കിടൂനെ എടുക്കണം ചേച്ചിയുടെ മുന്നിൽ വെച്ച്. എന്നിട്ട് നീ ഇങ്ങനെ നിനക്ക് കൈവേദന എടുക്കുന്നെന്ന് പറയണം. എന്നിട്ട് കൈവേദന എടുക്കുമ്പോൾ കൊച്ചിങ്ങനെ വീഴാൻ പോണ പോലെ കാണിക്കണം. അയ്യോ ഇവനൊന്ന് പിടിച്ചേന്ന് പറയണം. അപ്പൊ ചേച്ചി ഓടി വരുമല്ലോ. ഉറപ്പായിട്ട് ഓടി വരും. അപ്പൊ ഏത് കൈ കൊണ്ട് ചേച്ചി എടുക്കും? ചേച്ചി വേദനയുള്ള കൈ കൊണ്ട് എടുക്കുവോ അല്ലാത്ത കൈ കൊണ്ട് എടുക്കുവോ? അത് ശരിയാണ്. അങ്ങനെ നമുക്ക് പൊളിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ കള്ളത്തരമാണെങ്കിൽ ആ വഴി പൊളി. കള്ളത്തരം ആണല്ലോ, നമുക്ക് കാണാലോ. അപ്പൊ എന്റെ ഡൗട്ട് ക്ലിയർ ആവുമല്ലോ. നിന്റെ മാത്രല്ല എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആവും. ഓക്കെ. ഞാൻ പറഞ്ഞ ഇവിടെ ആരും വിശ്വസിക്കത്തില്ല. ഏട്ടനൊക്കെ കൈവേദന എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്കറിയത്തില്ല ചേച്ചിയില്ല. അവൾ ആ വഴിക്ക് പോയി തോന്നുന്നു. സയ്യോ അതുള്ള നിന്റെ കയ്യിലാട്ടോ എല്ലാം ഇരിക്കുന്നത്. നീ അഭിനയിക്കണ പോലെ ഇരിക്കും. ചേച്ചിയുടെ അപ്പുറത്ത് അഭിനയം നീ കാഴ്ചവെക്കണം. അയ്യോ തക്കു കരയില്ലടാ, നീ കരയല്ലേ. അയ്യോ തക്കുടാ എന്റെ കയ്യില നിക്കണില്ലട്ടാ. ഇപ്പൊ വീഴും നിലത്ത്. എന്താടാ കയ്യില് വീഴുമ്പോ ഇപ്പൊ വീഴും. ഇല്ല കയ്യിൽ നിന്ന് ഇപ്പൊ വീഴാൻ പോയി പെട്ടെന്ന്. മറ്റേ കൈ വെച്ചാണോ എടുത്തത്? ശരിക്കും കൈവേദന ഉണ്ട് കേട്ടാ. എന്താ മറ്റേ കൈ വെച്ചെടുത്തത്? വേദന ഇല്ലാത്ത കൈ വെച്ചെടുത്തത്. ഞാൻ പറഞ്ഞില്ലേ തങ്കന്റിക്ക് ശരിക്കും വേദന ഉണ്ടെന്ന്. ആണോ? അപ്പൊ ഈ ഐഡിയ ചീറ്റിയല്ലേ? ചീറ്റി വന്നു. വേറെ ഐഡിയ ഉണ്ട്, അത് ഞാൻ തന്നെ പ്രയോഗിച്ചോളാം. ഞാൻ പൊളിച്ചോളാം. കള്ളത്തരം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇല്ലാൻ്റെ ഇത് ആവശ്യമില്ലാത്ത റിസ്ക്കാണ് എടുക്കണത്. മിക്കവാറും പണി പാളും. എന്തോ ചെയ്യും പറഞ്ഞിട്ടാണെങ്കിൽ ഇല്ലാൻ്റെ മനസ്സിലാവണമില്ലല്ലോ. ഇത് വെറുതെ പിള്ളേരുകൾ വെറുതെ റിസ്ക് ആയിട്ടുള്ള പരിപാടിയായിട്ട് ഇത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ. നിന്റെ വർത്താനം നിർത്താവോ? എന്ത്? നിനക്ക് ഞാനൊരു പ്ലാൻ പറഞ്ഞു തന്നു, അത് നിനക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയോ? ഇല്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നീ കണ്ടോ എന്റെ പ്ലാൻ. ഞാൻ പറഞ്ഞ ചേച്ചി ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കില്ല. ചേച്ചി സാമ്പാറില്ലാണ്ട് ഇച്ചിരി പിഴുപുളി എടുത്തു തന്നെ. ഞാൻ വരാം അങ്ങോട്ട്. എന്റെ കയ്യിലൊന്ന് പിടിച്ചേ. നടുവ്
വെള്ളം കുഴപ്പമില്ല, നടുവൊന്നും ഇടിച്ച് അത്രേ ഉള്ളു. അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട. തടവിക്കൂടെ അങ്ങോട്ട് നടുവല്ലേ? Aliens.